ഏയ് മെമ്പർ സാറേ, എടോ മെമ്പർ ഭാർഗവപിള്ളേ തന്നെ വിളിച്ചത്. എന്നെ എന്താ കാര്യം? എത്ര കൊല്ലായി ഞാനൊരു കാര്യം തന്നെ ഏൽപ്പിച്ചിട്ട്. ഓ ആ കാര്യം ഞാൻ ഏറ്റല്ലേ? ഏറ്റു പറഞ്ഞാ മതിയാ. അവന് വയസ്സ് 3 കഴിഞ്ഞില്ലേ? അതിപ്പോ ഞാൻ ഈ പഞ്ചായത്ത് ഇലക്ഷന് എന്ന് വേണ്ട ഇതിനൊക്കെ വേണ്ടി ഞാൻ ചുറ്റിക്കറങ്ങി നടക്കുകയല്ലായിരുന്നോ? ഇതിങ്ങനെ നീട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ല. എന്റെ കൊച്ചു പരമൂന് ഒരു പെണ്ണ് കെട്ടി ഒരു കുഞ്ഞിക്കാല് കണ്ടിട്ട് വേണം എന്റെ തെക്കോട്ട് എടുക്കാൻ. എങ്കിൽ എടുത്തത് തന്നെ. എന്താടി നീ പറഞ്ഞത്? അല്ല, നിങ്ങളുടെ പരമൂന് പെട്ടെന്ന് കല്യാണം നടക്കുമെന്ന് പറയായിരുന്നു. അതെന്താടി അവനൊരു പെണ്ണ് കിട്ടില്ലേ? കിട്ടും, പക്ഷേ സ്വല്പ പ്രായക്കൂടുതലില്ലേന്നൊരു സംശയം. ആർക്ക്? നിങ്ങളുടെ പരമൂന്. എന്റെ കൊച്ചു പരമൂന? ആ കിളവി, നിങ്ങളുടെ പരമൂന് 19 വയസ്സായില്ലേ? അയ്യോ, എന്റെ കൊച്ചു പരമൂന് 50 വയസ്സോ? എടി ഏന്തരകളെ, എനിക്ക് ഈ മേടത്തിൽ 50 കഴിയുള്ളൂ. ശരി, അപ്പൊ അമ്മയും മോനും കൂടെ ഒരുമിച്ച് എനിക്കാന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞൂടായിരുന്നു. അയ്യോ, ഞാൻ എന്താ ഈ കേൾക്കണം? നിങ്ങൾ രൂപ കിളവി മെമ്മറിട്ട് ഒന്ന് നിന്നേ. നിങ്ങൾക്ക് ഈ വയസ്സുകാലത്ത് വല്ല എല്ലാവരും പരിപാടിയുണ്ട്? അത് ഞാൻ ഈ കരളോട് പറഞ്ഞിട്ടുള്ളൂ. മനസ്സിലായിക്കോളൂ. കിളവിയോട് പറഞ്ഞിട്ടുണ്ട്. ഇനി പറയത്തില്ല, സ്റ്റേജിൽ പോലും പറയത്തില്ല. എടി ഏന്തരകളെ, നീ പോവാനോടി? വെറുതെ മറ്റവൻ ഇല്ലാതെ പോയത്. നിങ്ങൾക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. വെള്ളത്തിൽ ഞാൻ തച്ചോടി നാണകട്ട മാറി. പിന്നെ നീ എന്നോട് വെള്ളത്തിൽ താത്തേ ഞങ്ങൾ കണ്ടിട്ടുണ്ടേ. കല്ലാനങ്ങ് പോവാണോ? എടി വാടി, അടിക്കുന്നതിന് ഷേപ്പ് ഞാൻ മാറ്റുടി. പോടി അവിടുന്ന്. അപ്പോ മെമ്പർക്ക് വിവാഹദല്ലാൽ പണിയും ഉണ്ട്. എന്ത് പറയാൻ എന്റെ പേര്? ആ പാറുത്തല കിടന്ന് കയറി പൊട്ടിച്ചിട്ട് യാതൊരു കാര്യമില്ല. ഞാനല്ല സാക്ഷാൽ കാമദേവൻ വന്നാൽ പോലും പരമൂന്റെ കല്യാണം നടക്കാൻ പോകുന്നില്ല. അതെന്താ മെമ്പറെ? ഫിഷിക്കൻ കല്യാണം കഴിച്ചാൽ ഹരിക്ക് ചെലവ് കൊടുക്കണ്ടേ? വേണം. അബദ്ധത്തിലെങ്ങാനും പിള്ളേരുണ്ടായി പോയാൽ അതിന് ചെലവ് കൊടുക്കണ്ടേ? അരിപ്പൻ. ശരിയാണ്, അറിയാ സാറേ. എന്താ പൈ? പച്ചക്കറിയുടെ വകയിൽ കുറച്ച് കാശ് കിട്ടിയാ കൊള്ളായിരുന്നു. കൈനടി അവർ അച്ഛൻ ഒന്നും തന്നില്ല. രാവിലെ ബോട്ട് വരും, അതിലൊരു താടിക്കാരൻ വരും, ചുറ്റിനും വെള്ളവാ, ഗലീലിയ കടലിനേക്കാൾ ആഴവാ, നീന്താൻ പോലും അറിയാൻ മേലെ. സാരമില്ല എന്താ പൈ, നമുക്ക് ശരിയാക്കാം. കാടന്റെ മക്കളെ കൊണ്ട് കിടന്ന് പോകുന്നത്. ഇറങ്ങി വാടോ, ഇങ്ങോട്ട് ഇറങ്ങി വാടോ. മെമ്പറേ, ഇങ്ങോട്ട് ഇറങ്ങി വാടോ, ഞാനാ വിളിക്കുന്നേ. വാതിൽ നല്ലപോലെ അടച്ചിട്ടാണല്ലോ ഞാൻ പോകുന്നത്. നീ എങ്ങനെ ഇറങ്ങി വന്നു? എനിക്ക് ഇറങ്ങി വരാൻ താക്കോല് വേണ്ടല്ലോ. ഓടുന്ന പട്ടികളെ. കമലമ്മേ, എന്റെ പൊന്ന് കമലമ്മേ. അയ്യോ, പൊന്നെ ദേനെന്നൊന്നും വിളിക്കണ്ട, എനിക്കറിയാം. പൊന്നെ ദേനെന്നൊക്കെ സൂത്രം പറഞ്ഞ് എന്നെ പിന്നെ അതിനകത്ത് കൊണ്ടുവന്ന് പൂട്ടാനല്ലയോ? ഇത്രയും കാലം ഞാൻ അതിനകത്ത് കിടന്നില്ലയോ? ഇനി കുറെ നാള് താൻ അതിനകത്ത് കിടക്ക്. മന്ത്രകള് ഞാനാകാം. എന്റെ പൊന്നു കമലമ്മേ, നീ എന്റെ മാനം കെടുത്തല്ലേ? അയ്യോ, മാനം? ഇങ്ങർക്ക് മാനം? എന്തൊരു മാനം? എന്റെ ഭാര്യ അല്ല, ഞാൻ മെമ്പർ ഭാർഗവൻപിള്ള, ഇതെന്റെ ഭാര്യ. ചിലപ്പോഴൊക്കെ ഇങ്ങനെ. ചിലപ്പോഴൊന്നുമല്ല, എപ്പോഴും ഇങ്ങനെ. പാനെന്തിനെ കള്ളം പറഞ്ഞേ? പാരാനല്ലേ പറഞ്ഞത്? പാരോ തന്നെ ഞാൻ പൂട്ടിയിടുന്നു ഒക്കെ പിള്ളാരെ. എന്തെല്ലാം വിഷമങ്ങൾ ഉള്ളിൽ ഒതുക്കിക്കൊണ്ടാ ചിരിക്കാൻ കഴിയുന്ന ഏക മൃഗം മനുഷ്യനല്ലേ അന്തപ്പായി. എടി ആലീസേ, ചിക്കടി ചിക്ക്, നല്ലോണം ചിക്കടി. വിളിക്കാറല്ലേ? നാട്ടുകാർ വിചാരിക്കും നിനക്ക് ഭ്രാന്താണെന്ന്. എനിക്ക് ഭ്രാന്തോ? പിന്നെ എനിക്കോ? ആർക്കാ ഭ്രാന്ത് ഉണ്ടാവണേ ഞാൻ ഇപ്പൊ കാണിച്ചടി. എന്റെ കൊച്ചുമോന് പെണ്ണന്വേഷിക്കാൻ പോയപ്പോ നീ എന്താ ആക്ഷേപടി പറഞ്ഞിട്ടുണ്ടാക്കിയത്? എന്ത് പറഞ്ഞു? അതിനീ പറയും. നീ പറയോ? ചെറുപ്പക്കാർക്ക് പെണ്ണന്വേഷിക്കുന്ന പോലെ 19 വയസ്സുള്ള കിളവിന് പെണ്ണു നോക്കിയാൽ പോരാ, പറഞ്ഞു ഞങ്ങൾക്ക് പറ്റുമോ? അയ്യോ, എന്റെ കൊച്ചു പരമൂന് 50 വയസ്സാ. എന്നാ നീ കേട്ടോടി, മാളവരോട് മുഴുവൻ നീ എന്താ പറഞ്ഞു നടന്നത്? നിനക്ക് മക്കളുണ്ടാവാത്തത് നിന്റെ കെട്ട് അന്തപ്പായിലെ കുറ്റാണെന്ന്. പിന്നെ സത്യമല്ലേ ഇത്? സത്യോ? ഇപ്പഴല്ലടി എനിക്ക് എന്റെ കുട്ടൻസ് പിടി കിട്ടിയത്. നീയാണടി മറ്റു പശു. ഒരു ജോലിയില്ലേ? ഇന്ന് നിന്നെ ഞാൻ കാണിച്ചു തരടി. ഈ കാണുന്ന കുറിപ്പിട്ടില്ലേ, നല്ലോണം നോക്കടി. എന്തോ നോക്കാതിരിക്കുന്നു? ഇത് നിന്റെ കെട്ടിയോന് തനി രൂപല്ലേ നോക്കടി. നോക്കടി, നോക്ക്. അയ്യ, ചമ്പക്കുളത്തുള്ള 1-ാം തരം തറവാട്ടിലൊരു കുട്ടിയവള്. നിന്റെ കെട്ടിയോന്റെ വേറൊരു കെട്ടിയോള്. മോളെ, എത്ര നാളായി മോളെ നിനക്ക് അന്റെ പൈസ ചെലവിന് പണം തന്നിട്ട്? 1 മാസം. 1 മാസോ? കേട്ടോടി, 1 മാസായിന്ന്.
നിന്റെ കെട്ടുവൻ അന്വേഷിച്ച് വന്നതാ. ദേവിയുടെ നേരം കൊണ്ട് എന്റെ മുമ്പിലാ വന്നു പെട്ടത്. ഇപ്പൊ എന്താടി മറ്റു പണ്ടാരമേ, നിനക്ക് നാവ് വന്നില്ലേ? വിളിച്ചകത്ത് കഴിച്ച് പൊറപ്പിക്കടി, അല്ലെങ്കിൽ ഈ കൊച്ചിന് നീ ഇതെടുത്തു. നാണം കെട്ടാ നാറിപ്പ. എന്റെ കൊച്ചു പരമോന് കിളി പോലത്തെ ഒരു പെൺകുട്ടീനെ കിട്ടും. അവന്റെ പ്രായം അതല്ലേ. അതൊക്കെ സംഗതി വേറെ. പാറത്തള്ള പറഞ്ഞതെല്ലാം സത്യമാണോ? പാറേ മാതാവിനെ പിടിച്ച സത്യം ചെയ്. ഈ കുഞ്ഞിന്റെ അപ്പൻ അന്തപ്പായിയാണോ? അതെ. എന്റെ മാതാവേ, അത് ഞാൻ നിങ്ങളെ നോക്കാറേയില്ലേ? ആഴ്ചയിൽ ഒരിക്കലൊക്കെ വരുമായിരുന്നു. ഒരു മാസമായിട്ട് വേറെ വല്ല നിവൃത്തി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വരില്ലായിരുന്നു. അതിനിപ്പോ എന്താ? പൊക്കോളൂ, ഞാൻ അതിയാനെ അങ്ങോട്ട് വിടാം. ധൈര്യമായിട്ട് പൊക്കോളൂ. അവളും കൊച്ചുകൂടെ വന്നിരുന്നല്ലേ? കണ്ണി ചോരയുണ്ടോ നിങ്ങൾക്ക്? ചെലവിന് കൊടുക്കായിരുന്ന അവരെങ്ങനെ കഴിയും? ആ കൊച്ചിനെ കണ്ടിട്ട് എനിക്ക് സഹിച്ചില്ല. നിങ്ങളെ നുള്ളി വെച്ച പോലെ ഇരിക്കുന്നു. എന്നിട്ട് ഒരുമാതിരി ഇങ്ങനൊക്കെ. നാളെ തന്നെ ചമ്പക്കുളത്ത് പോയി അവരുടെ കാര്യം അന്വേഷിച്ചിട്ട് മതി കച്ചവടമൊക്കെ. വന്നേ, നമുക്ക് ഊണ് കഴിക്കാം. വന്നേന്ന്, ഇന്ന് നമുക്ക് ഒരുമിച്ച് ഊണ് കഴിക്കാം. കുറച്ചുകൂടെ. ആലീസ് ഉണ്ടോ? ഇത് ഞാൻ കഴിച്ചിട്ട് ഞാൻ കഴിച്ചോളാം. ചമ്പക്കുളത്ത് മാത്രമേ ഉള്ളൂ, അതോ വേറെ വല്ലോടത്തും? സാരമില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ സാരമില്ല. ചോറുണ്ടുള്ളൂ. പുറത്തൊക്കെ വല്ലാത്ത തണുപ്പും കുളിരുമാ. അകത്തു വന്ന് കിടക്ക്. ഞാനല്ലേ വിളിക്കുന്നേ? വന്നേ. ഞാനൊരാശ പറയട്ടെ. എന്താ? കല്യാണം കെട്ടി വന്ന നാളുകളിൽ എന്നെ വിളിക്കാറുണ്ടായിരുന്നില്ലേ കൊച്ചേന്ന്? അതൊന്നുകൂടെ വിളിക്കൂ. ഒന്ന് വിളിക്കുന്നേ. കൊച്ചേ, കൊച്ചേ. കൊച്ചേ. ഒറ്റ വാക്കിൽ ഒരു ഉത്തരം മതി എനിക്ക്. മനസ്സിലായില്ലേ? മലയാളത്തിൽ പറയാം. സമ്മതം അല്ലെങ്കിൽ ഇവിടെ എങ്ങനെ അറിഞ്ഞുന്നായിരിക്കും. നിന്നെ കാണേണ്ട ഒരു ആവശ്യം വന്നു, അന്വേഷിച്ചു, അറിഞ്ഞു. എന്നെ കൊണ്ടെന്താ ആവശ്യം? സംശയിക്കണ്ട, നീ ഭയപ്പെടുന്ന ആവശ്യം തന്നെ. നോ, പഞ്ചാബിൽ ഹോട്ടൽ ബിസിനസ്
ലഹളയിലൊക്കെ കത്തി നശിച്ചു. ഇവിടെ കുമാരൻ മാസ്റ്ററുടെ അഭയം. കെട്ടിച്ചമച്ച കഥകൾ വിശ്വസിക്കാൻ നാട്ടുകാർ. ചായക്കട, ഈ വീട്, ഒരു പുതിയ മനുഷ്യൻ, ഒരു പുതിയ ജീവിതം, എല്ലാം നീ പ്രതീക്ഷിച്ചിരുന്നത് പോലെ. സേതു, നിന്റെ ഈ ചീട്ടുകൊട്ടാരം തകരാൻ ചന്ദ്രുവിന്റെ ഒരു വാക്കുമതി, നിന്റെ ഒരു പിഴവ് മതി. ചന്ദ്രു, ബോംബെ തെരുവിലെ ഒരു വാടക കൊലയാളിയായിരുന്നു നീ എന്റെ കീഴിൽ. 14 കൊലപാതകങ്ങൾ നിന്റെ കണക്കിലുണ്ട്. 14ന്റെയും തെളിവുകൾ എന്റെ കയ്യിൽ. കോടതി വേണമെങ്കിൽ കോടതി, ജയിൽ വേണമെങ്കിൽ ജയിൽ, നാട്ടുകാരുടെ കല്ലേറ് വേണമെങ്കിൽ അത്, അല്ല ചന്ദ്രുവിന്റെ സൗഹൃദമാണ് വേണ്ടതെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? എന്നോട് നിനക്ക് പഴയൊരു കടം ബാക്കിയുണ്ട്. നീ അത് മറന്നിട്ടുണ്ടാവില്ല. അത് വീട്ടാൻ ഞാൻ അവസരം തരാം. നമുക്ക് പുറത്തു നിന്ന് സംസാരിക്കാം. കൊടൈക്കനാലിൽ ഫാദർ അറയ്ക്കലിന്റെ കോൺവെന്റ് സ്കൂളിൽ രാധ എന്നു പേരുള്ള ഒരു ടീച്ചറുണ്ട്. ഫാദറിന് അവൾ മകളെ പോലെയാണ്. അദ്ദേഹത്തിന്റെ അധീനതയിലുള്ള ക്വാർട്ടേഴ്സ് തന്നെയാണ് അവളുടെ താമസം. ഇതാ വിലാസം. അവൾ ജീവിച്ചിരുന്നൂടാ. ഒരു ദിവസം മുമ്പെങ്കിൽ ഒരു ദിവസം മുമ്പേ ജോലി തീർന്നിരിക്കണം. പക്ഷെ ഞാൻ സ്റ്റോപ്പ് ഇറ്റ്. പക്ഷേ എങ്കിൽ ഈ വാക്കുകളൊന്നും നമ്മുടെ നിഘണ്ടുവിലില്ല. ഇത്ര വേഗം നീ അത് മറന്നോ? നിന്നെ തന്നെ തെരഞ്ഞെടുത്തത് നീ നിന്റെ കൂടെ ഇല്ല എന്ന ഒറ്റ കാരണത്താലാണ്. ബോംബെയിൽ നിന്നാരും പാടില്ല എന്നാണ് നിർദ്ദേശം. ആരുടെ? ഏതോ നീ ഒരുപാട് മറന്നുപോയിരിക്കും. സോറി. നിന്നെ എനിക്ക് വിശ്വാസമാണ്. കടം വീട്ടുകയാണെന്ന് കരുതി പ്രതിഫലം ചന്ദ്രു കുറയ്ക്കില്ല. കൊടൈക്കനാലിൽ തണുപ്പാണ്. തണുത്ത ചോരയാണ് നമ്മുടെ ഞരമ്പുകളിൽ. നമ്മുടെ ഹൃദയങ്ങളും തണുത്ത് മരവിച്ചതാണ്. ജോലി പൂർത്തിയായി കഴിയുമ്പോൾ എന്നെ അന്വേഷിക്കണമെന്നില്ല. ഞാൻ അവിടെ എത്തിയിരിക്കും. പഞ്ചാബിലെ നഷ്ടപ്പെട്ടു പോയ സ്വത്തുക്കൾക്ക് സർക്കാർ നിനക്ക് കോമ്പൻസേഷൻ. അത് വാങ്ങാനുള്ള യാത്രയ്ക്ക് ഒരവധി ഈ നാട്ടുകാർ തരും. ഗുഡ് നൈറ്റ്. चंद्रू साहब हैं? क्या चाहिए? माफ कीजिए, किसी को भी अंदर जाने का हुक्म नहीं है. साहब बहुत बिजी है. ठीक है, मेरे लिए कोई पाबंदी नहीं है. എന്തിനാ നീ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ചന്ദ്രു, എനിക്ക് വയ്യ, മടുത്തു. എന്ത്? ഈ ജീവിതം, കൊലയും വെട്ടിപ്പിടുത്തവും പോലീസും. ഓഹോ, എന്നെ പോകാൻ അനുവദിക്കണം. എങ്ങോട്ട്? ഈ കഥകൾ എന്നെ തേടി വരാത്ത എവിടേക്കെങ്കിലും. അനുവദിച്ചില്ലെങ്കിൽ? ആ ചോദ്യം ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ അനുവാദം ചോദിച്ചത്. ഒരു കൈപ്പഴ ഒളിക്കാൻ 1000 കുറ്റകൃത്യങ്ങൾ. എനിക്കിനി വെയ്യ ചന്ദ്രു. പറയൂ, ഞാൻ എന്ത് വില തരണം എനിക്ക് എന്നെ വിട്ടുവരാൻ? വിലയോ? നിന്റെ വില എനിക്ക് വേണ്ട. പോകാൻ കുതിക്കുന്ന മനസ്സുമായി നിന്നെ എനിക്ക് ആവശ്യമില്ല. ഏതായാലും ഒരു കാര്യത്തിൽ നീ അന്തസ്സ് കാണിച്ചു. രാമുവിനെ പോലെ നീ ഒളിച്ചോടിയില്ല. നിനക്ക് പോവാം. യെസ്, യു ക്യാൻ ഗോ. ഏതോ ഈ കടം അവിടെ ബാക്കി നിൽക്കട്ടെ. ആവശ്യം വരുമ്പോ ഞാൻ ചോദിച്ചോളാം. ലഹളയിൽ നഷ്ടപ്പെട്ട സ്വത്തുക്കൾക്ക് സർക്കാർ നഷ്ടപരിഹാരം കൊടുക്കുന്നെന്ന് കേട്ടപ്പോ പോകാതിരിക്കുന്നത് ശരിയല്ല. പിന്നെ താൻ പോയിട്ട് വരുന്നവരെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ? ഞാൻ തിരിച്ചു വരാൻ വൈകിയാൽ അമ്മാവനെ വിളിച്ച് മാഷ് ചുമതല ഏൽപ്പിച്ചാൽ മതി. അമ്മാവനെയോ? അതെ മാഷെ, മാഷ് നിർബന്ധിച്ചാൽ അമ്മാവൻ വരും. മാഷ് എന്നെ ഒരുപാട് സഹായിച്ചു. നന്ദിയുണ്ട്. നന്ദിയൊക്കെ വന്നിട്ട് മതി. ഇനി വൈകിക്കണ്ട. 8:30ക്കാണ് ലാസ്റ്റ് ബോട്ട്.
സന്തോഷമായി പോയിട്ട് പാടോ.